ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോണും ചെയ്യാൻ പറ്റില്ല. ബൈക്കിന്റെ ഇമെയിൽ കൊണ്ടാൻ പറ്റുന്ന വണ്ടിയാണ്. ബേസ് മോഡലിന്റെ വേരിയന്റിന്റെ പ്രൈസ് പറഞ്ഞാൽ കമന്റ് അടിക്കരുത്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുമ്പോ അതിന്റെ പ്രൈസ് വേറെ പോയി. അത് അടക്കം 2 സംതിങ് നമ്മൾ കുറച്ചിട്ടാണ് തരുന്നത്. അപ്പൊ ഫുൾ ലോൺ ഫ്രണ്ട്സ്, ഓണത്തിന് വാഹനം എടുക്കാണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട. കാരണം നമുക്ക് ഓണത്തിന് നല്ല വെടിക്കെട്ട് ഓഫർ ആയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസും ഫുൾ ഓണിലും ക്യാഷ് ബാക്കിലായിട്ട് നല്ല ഏകദേശം 100-ൽ പരം വാഹനങ്ങളായിട്ടാണ് നമ്മൾ അസൻഖാന്റെ അടുത്ത് വന്നിട്ടുള്ളത്. അസൻഖാ, ഫസ്റ്റ് തന്നെ ഓണിന്റെ ഓഫർ ഓഫർ മാക്സിമം വില കുറച്ച് കൊടുക്കുക, അതാണ് വലിയ ഓഫർ. ബോണസ് പെട്രോൾ ഡീസൽ ഫുൾ ടാങ്ക് കൊടുക്കും. അത് ചെറിയൊരു വണ്ടിയാണെങ്കിൽ നമ്മൾ 40 രൂപ മാരുതി ആണെങ്കിലും കൊടുക്കും. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. 7 സീറ്റർ ഉണ്ട്. എല്ലാം നമുക്ക് പൊളിക്കണ ഏറ്റവും ലേറ്റസ്റ്റ് നിലവിൽ ഇറങ്ങിക്കൊടുക്കുന്ന സ്വിഫ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ വന്നോണ്ടിരിക്കുക. അപ്പൊ അസൻഖാന്റെ അടുത്ത് നമുക്ക് എത്തിയിട്ടുണ്ട്. അത് വൈറ്റിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയില്ല, ഓട്ടോമാറ്റിക് വണ്ടിയില്ല. അപ്പൊ ഡീറ്റെയിൽസ് നിങ്ങൾ വെയിറ്റ് ചെയ്തല്ലോ. അതിന് മുമ്പ് അസൻഖാൻ നമ്മുടെ റീഡ്രൈവിന്റെ ലൊക്കേഷൻ പറഞ്ഞത് കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത്, രാമനാഥൻ തൃശ്ശൂർ റോഡ്, തൃശ്ശൂർ കോഴിക്കോട് റോഡ്. അതായത് പാത ജസ്റ്റ് ഒരു 200 മീറ്റർ നേരെ ഓപ്പോസിറ്റ്. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സേവ് ചെയ്തിട്ട് ഹായ് വിട്ടാൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടലോഗ് കാര്യങ്ങൾ ലൊക്കേഷൻ എല്ലാം കിട്ടൂല. അപ്പൊ അസൻഖാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ്. അപ്പൊ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞാണ് 2025 ZXi പ്ലസ് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. അത് ഓട്ടോമാറ്റിക്. അപ്പൊ നിലവിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയി ഏറ്റവും ടോപ്പ് ലോഡാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ 20,000 കിലോമീറ്റർ V2B ഇൻഷുറൻസ് കമ്പനി വാറണ്ടി നിലവിലുള്ള വണ്ടി. റിയർ AC വെന്റ് അടക്കം വരുന്ന വണ്ടിയാണ്. ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ്. അതും നമുക്ക് ഇതിന്റെ അപ്പുറം വേറൊരു വാഹനമില്ല. പിന്നെ ചെയ്യികൾ അഡീഷണൽ ഫിറ്റിംഗ്സുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോയിലർ കാര്യങ്ങള് എല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ് ഈ 20,000. അപ്പൊ സ്റ്റെപ്പിന് കേട്ടിട്ടില്ല അത്രയും നമുക്ക്. പിന്നെ എല്ലാം 30 വരെ വാറണ്ടി ഉള്ള വണ്ടിയിലാണ്. അസൻഖാ, റേറ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് നമ്മൾ അന്വേഷിച്ചിട്ടാണ് 10,65,000 ഏറ്റവും ടോപ്പ് ലോഡ് ഓട്ടോമാറ്റിക് ആണ്. അത് നിങ്ങൾ നോക്കണം. ബേസ് മോഡലിന്റെ വേരിയന്റിന്റെ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് അടിക്കരുത്. കാരണം സ്വിഫ്റ്റ് എത്ര രൂപ കിട്ടും. പക്ഷേ ഈ ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഷോറൂം പോയി ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുമ്പോ അതിന്റെ പ്രൈസ് വേറെ പോയി. അത് അടക്കം. അപ്പൊ അസൻഖാ, ഈ വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കും? നമുക്ക് 8,60,000 രൂപ കൊടുക്കും. അതായത് ആ ഒരു പ്രൈസിന് 2 സംതിങ് നമ്മൾ കുറച്ചിട്ട് സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിയിട്ടില്ല. സർവീസ് ചെയ്ത്. അപ്പൊ അത്രയും നമുക്ക് പക്കായിട്ടുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്ററുള്ള വണ്ടി. നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന അതിന്റെ അടവിന്റെ പലിശ പൈസ നമുക്ക് കുറഞ്ഞിട്ടില്ല. അപ്പൊ 2 ലക്ഷം ഇനി റെഡി ക്യാഷ് എടുക്കണമെങ്കിൽ 2 സംതിങ് നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ എത്ര രൂപയോട് നമുക്ക് 8,60 ലാസ്റ്റ് കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ഇറക്കും ചെയ്യാം കേട്ടോ. ഇനി സ്വിഫ്റ്റുകൾ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് നല്ലൊരു വണ്ടി കാണിച്ചു കൊടുക്കാണ്ടല്ലേ. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, പോളിഷുകാരൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. ടച്ചപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെറ്റയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശരിക്കും എൻക്വയറി ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ. കാരണം ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇറങ്ങുന്നതിനേക്കാൾ നല്ല ബോഡി വെയിറ്റും നല്ല ക്വാളിറ്റിയും മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ ചെറിയ സ്ക്രാച്ച് ഉണ്ടാക്കി ടച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, നല്ല വന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ഡീസൽ അല്ല വണ്ടി? ഡീസലാണ്. 2019 SX. അതെ, ഏറ്റവും ടോപ്പ് ലോഡ്. റൂഫ് ഉണ്ടാവില്ല, 19 റൂഫ് SX ഓപ്ഷനിൽ വരുന്നുണ്ട്. 1.6 സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പൊ 1.6 ആണ്. നല്ല പെർഫോമൻസ് ഉണ്ടാവും, അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന, നമുക്കൊരു സൺറൂഫ് ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 96,000 ഓടിയിട്ടുള്ളൂ. സാധാരണ ഈ ഒരു ജനറേഷൻ അത്ര കിലോമീറ്റർ കുറവ് കിട്ടാൻ ഇച്ചിരി പാടാണ്. നല്ല പെർഫോമൻസും മെയിൻ്റെനൻസ് കുറവും ഉണ്ട്. നമുക്ക് ഫുൾ കവർ 7 രൂപ എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 8,60 കൊടുക്കാം. 8,60 ലോണും ചെയ്യാം. ഒരു ചെറിയ പ്രൈസ് ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവും. 8 കൊടുക്കും. നമ്മൾ ആളെത്തിയാൽ പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് കൊടുക്കും. അതും ബ്ലാക്ക് വണ്ടിയാണ്. അപ്പൊ തവണ ഇങ്ങനെ ഒരു ക്രച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മിസ്സാക്കേണ്ട. കാരണം നമുക്ക് നല്ല വർത്ത് ആണ്. കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണിയാണ്. അത് മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമുക്ക് സ്വിഫ്റ്റിലേക്ക് തന്നെയാണ്. സ്വിഫ്റ്റ് നമുക്ക് ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ന്യൂ ഫേസ് നമ്മൾ പരിചയപ്പെട്ടു. എങ്ങനെയായിരുന്നു മോഡൽ? 2020 മോഡൽ, കോഴിക്കോട് നന്മണ്ട വണ്ടി. നന്മണ്ട VXi ആണ്. 20 മോഡൽ. ഇതിലൊക്കെ നോക്കി നല്ല ഓണർഷിപ്പ് വണ്ടി. 80,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളെ പേരില്ല വണ്ടി. ഓക്കെ, റീപ്ലേസും കാര്യമൊന്നുമില്ല. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 5,80 കൊടുക്കാം. 5,80. ലോൺ ഏകദേശം എത്ര വരും? ഏകദേശം 5.5 ലെവലിൽ കിട്ടും. 10-30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതും കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ.
ഇനി അടുത്തതാണ് നമുക്കൊരു വൈറ്റ് ഫിനിഷിംഗിൽ ഒരു സ്വിഫ്റ്റ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2019 സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. 2019 ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, അത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അല്ല ഹൈക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 97,000 പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഡീസൽ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് VXI. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കും. 5,40,000 ചെയ്യാൻ പറ്റും. VXI ഓട്ടോമാറ്റിക് പ്രോപ്പർ സർവീസിലെ വണ്ടി. അതും സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 5-5.5 ലോൺ ചെയ്തു. ലോൺ ഒക്കെ 10-30 രൂപയ്ക്ക് ഇറക്കാം കേട്ടോ. ഇനി അതാണോ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും അതേപോലെ തന്നെ ന്യൂ ബമ്പേഴ്സ് കാര്യങ്ങളും ഒക്കെ കയറ്റി വണ്ടിയാണ്. അല്ല അടിപൊളി അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത ഒരു വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡൽ? 2018 VDI ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഈ വണ്ടിയൊക്കെയാണ് നമ്മള് അന്വേഷിച്ച് നടക്കുന്ന വണ്ടി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടിയാണ്. അതും നമുക്ക് അത്യാവശ്യം നമുക്ക് ബൈക്കൊക്കെ മാറ്റിയിട്ട് കൊണ്ടു നടക്കും ചെയ്യാം. അതും ഓട്ടോമാറ്റിക്കല് അഡീഷണൽ അലോയ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയില്ല. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 5,20,000 രൂപ. 5,20,000 ഡീസൽ ഓട്ടോമാറ്റിക്. ഏകദേശം നമുക്ക് ലോണൊക്കെ 5 രൂപ അടുത്ത് ചെയ്യാം. 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം കേട്ടോ. ഇനി ബലാന വരുന്നുണ്ട്. ഗ്ലാൻസ് മാറിപ്പോകും. ശ്രദ്ധിക്കണം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2020 സിംഗിൾ ഓണർഷിപ്പ്. ഏറ്റവും ടോപ്പ് ലോഡ് ആണ് വണ്ടി. ടോപ്പ് ലോഡ് വി അല്ലേ? എങ്ങനെ നമുക്ക് ലോക്കാണ് വണ്ടി. ഇത് ഏറ്റവും ടോപ്പ് ലോഡ് ആണ്. നല്ല നമ്പറൊക്കെ വന്നിട്ടുണ്ട്. 1144 KL11 രജിസ്ട്രേഷൻ ആണ്. അത് നമുക്ക് ടയേഴ്സ് ഒക്കെ ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നമുക്ക് ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്, റിയൽ AC വെന്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ എല്ലാം നമുക്ക് പ്രൊജക്ടർ ലാംസ് അടക്കം ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. മാനുവൽ അല്ല വണ്ടി, ഓട്ടോമാറ്റിക് കൂടിയാണ്. CVT ഓട്ടോമാറ്റിക്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5,90,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 5,90,000 CVT ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വണ്ടി. ഏകദേശം നമുക്ക് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു എലൈറ്റ് i20 ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മേഘനയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ മൈലേജും നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ഒട്ടുമിക്ക എത്ര വണ്ടികളിലുണ്ട്, കുറെ ലോക്കാണ് വണ്ടികൾ. ഇത് ഏകദേശം നമുക്കൊരു 18 രൂപ മൈലേജ്. 20 മൈലേജ്. പിന്നെ മാഗ്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. റിയൽ AC വെന്റ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 4,40,000 രൂപ. 2016 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു ഡീസൽ വണ്ടിയാണ്. ചെറിയൊരു വാഗണറിന്റെ ഒക്കെ പ്രൈസിന് നല്ല അടിപൊളി ഡീസൽ വണ്ടി ഉണ്ടാവും. മാക്സിമം 4 രൂപ ലോൺ ചെയ്യാം. അടുത്തതാണ് നമുക്ക് ഒരു ബലാനയാണ്. എങ്ങനെയായിരുന്നു മോഡല്? ബലാന ഡെൽറ്റ 2018. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. റീവണ്ടിയാണ് അല്ല. ഇന്ത്യയിലൊക്കെ നോക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വണ്ടി. റിയറിൽ നമുക്ക് ചാർജിങ് പോയിന്റ് വരെ വരുന്ന വണ്ടിയാണ്. രജിസ്ട്രേഷൻ ആണ്. പക്ഷെ നമുക്കൊരു കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടി. നമുക്ക് അത്രയും ഗ്യാരണ്ടി വരാം. ഡീസൽ അല്ല വണ്ടി, ഡീസൽ മാനുവൽ. 24 കൺഫേം ആണ് മൈലേജ്. ലോങ് ഡ്രൈവിൽ അതിലും മേലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 4,40 കൊടുക്കാം ഫുൾ ലോൺ. 4,40 ഫുൾ ലോൺ ഡീസൽ ബലാന. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. അടുത്താണ് നമുക്കൊരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് ആണ്. ഓൾട്ടീസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ ഡീസൽ 13 ഡീസൽ മാനുവൽ അല്ല. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് പക്ക രാജകീയമായിട്ട് തന്നെയാണ് പോകാൻ. മൈലേജും കിട്ടും. ഈ ഒരു വാഹനത്തിന്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ മൈലേജ് നമുക്ക് സംശയമായിരിക്കും. പക്ഷെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടിയില്ല. ഇത് എങ്ങനെയായിരുന്നു? കേരള വണ്ടിയാണോ? നമ്പറായ എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്ന് പറയാം. ടയോട്ട ആയതുകൊണ്ട് എഞ്ചിനൊക്കെ നമുക്ക് ഒരു ടെൻഷനും വേണ്ടല്ലോ. എത്ര പേ ചെയ്യാൻ പറ്റും? നമുക്ക് 4,10 കൊടുക്കാം. 4,10 3.5 വരെ ഫൈനാൻസ് ചെയ്ത് നമുക്ക് 10 രൂപ രൂപ വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് ഡിസയർ ആണ്. ഡിസയർ എങ്ങനെയായിരുന്നു? 2011 ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. അലോയ് ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ് അല്ലെ. ഡീസലാണ്. അത്യാവശ്യം മൈലേജും കിട്ടും. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങള് AC ക്വാളിറ്റി വണ്ടി. 2011 വണ്ടി അല്ല. ആ ഡോറൊക്കെ തുറക്കുമ്പോ ഒരു 11 ആണെന്ന് നമുക്ക് തോന്നൂല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അതും അത്യാവശ്യം മൈലേജ് കിട്ടും. 18 രൂപ മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ
1,14,000 കിലോമീറ്റർ. 1,14. മേജർ സർവീസ് കഴിഞ്ഞാൽ മേജർ സർവീസ് ടൈം ചെയ്യാനും കാര്യമൊക്കെ മാറിയതാണ്. അപ്പൊ അതൊന്നും നോക്കണം, നമുക്ക് അതിലൊക്കെ ടെൻഷൻ ഫ്രീ ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 2,35 കൊടുക്കാം. 2,30 കേരള വണ്ടി 2,35. അടുത്തൊരു ഫുൾ ബ്ലാക്ക് വരണ വരുന്നുണ്ട്. അതായത് ക്രെറ്റൊക്കെ കൊടുക്കുന്ന സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെ എഞ്ചിനാണ്, സെഡാൻ ടൈപ്പ് ആണ്. അതും ഫുൾ ബ്ലാക്കില് അല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന അടിപൊളി വണ്ടി അല്ല. എങ്ങനെയായിരുന്നു മോഡൽ? 2014 മോഡൽ SX ടോപ്പ് ലോഡ് വണ്ടി ഫുൾ ബ്ലാക്ക് ആണ്, നല്ല അടിപൊളി കിണ്ണം കളറാണ്. സോ നമുക്ക് ബ്ലാക്ക് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അൾട്രാ ഇതൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലെ. ഡീസലാണ്, വയനാട് രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1,35,000 കിലോമീറ്റർ ഓടി, രണ്ടാമത്തെ ഓണർഷിപ്പ്. ഇൻഷുറൻസ് നമുക്ക് ഫുൾ കവർ പുതിയത് അടച്ചിട്ട് 3,95,000. ചെറിയ പ്രൈസിന് നല്ല വരുന്ന വണ്ടിയാണ് അല്ലെ. അതൊരു ജാസ് ആണ്, നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നല്ല യാത്ര കംഫർട്ട്, ഒരു സെഡാന്റെ സൗകര്യം കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക്. ഡീസൽ ആണോ ഡീസൽ ആണ്? ഡീസലാണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ വണ്ടി. അത് നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. അതിനൊക്കെ പുറമെ മൈലേജ് 22-23 മൈലേജും നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു ഡീസൽ വണ്ടിയില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും അസലിക്ക? ഇത് നമുക്ക് 4,30,000 കൊടുക്കും. ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. അത് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു അമേസ് ആണ്, റെഡ് ഫിനിഷിംഗ് ആണ്. ഇത് ഡീസലാണ്. 2018 മോഡൽ. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. പോലെ തന്നെ നമുക്ക് മൈലേജ് നോക്കി എടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് സെഡാനില്. അത് ഏകദേശം നമുക്ക് 24 ഒക്കെ വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. റിയലിൽ നോക്കി ആൻഡ്രസ്റ്റി കാര്യങ്ങൾ, ഒരു പ്രീമിയം സെഗ്മെന്റ്, സെമി പ്രീമിയം സെഗ്മെന്റ് തന്നെ പറയാം. അതും VX ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി, ടോപ്പ് ആൻഡ് കേരള വണ്ടി, കമ്പനി സർവീസ്, 120 ഓട്ടം. പിന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയ ഒരു കളറാണ് അല്ലെ. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 6,20 കൊടുക്കാം. 6,20 ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. അതും ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ 6 രൂപ അടുത്ത ലോൺ ചെയ്യുള്ളൂ. ഞാൻ ഇതിന് ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്. ഇതും മൈലേജിന്റെ മരം തന്നെ പറയാം. ഇതും നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. അഡീഷണൽ ആയിട്ട് നല്ല അലോയ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 എസ് ആണ് വേരിയന്റ്, അഡീഷണൽ അലവിൽ ചെയ്തതാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,18 ഓടി, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3,20 കൊടുക്കാം. 3,20 നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡീസലിൽ 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടി വണ്ടിയില്ല. ഇനി അതാണ് വീണ്ടും അതേപോലെ തന്നെ ഒരു അമേസ് കൂടി. അത് 2013 2,90 കൊടുക്കാം. ഡീസലാണ് എസ്. അപ്പൊ അതാണ് നമുക്ക് അമേസ് ഒക്കെ നോക്കി മൈലേജ് നോക്കി അടക്കുന്നവർക്ക് നല്ലൊരു കിട്ടുന്ന ഓപ്ഷൻ ആണെന്ന് തന്നെ പറയാം. അതാണ് 3 അമേസുകൾ ഉണ്ട്. 2 ഒരേ ജനറേഷൻ ആണ്. പക്ഷെ നമുക്ക് ഒന്ന് ഫേസ് ലിഫ്റ്റ് വേണ്ടവർക്ക് അതുകൊണ്ട് നമുക്കില്ല. ഞാൻ അടുത്ത് സ്കോഡ റാപ്പിഡ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സും പെട്രോളാണ്. 16 മോഡൽ തേർഡ് ഓണർഷിപ്പ് ആണ്. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങൾ, ക്വാളിറ്റി വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. റാപ്പിഡ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സും കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ലെ. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 3,50 കൊടുക്കാം. ഇറങ്ങിയ സമയത്തൊക്കെ ഇതിന്റെ പ്രൈസ് ഫുൾ ലോൺ നമുക്ക് 16 മോഡൽ ഉണ്ട്. അത് നമുക്ക് ലോ കിലോമീറ്റർ വണ്ടിയാണ് അറിയാലോ. അത് നമുക്കൊരു ന്യൂ ഫേസ് ഡിസയർ ആണ്. നേരത്തെ ഒരു ഡിസയർ പരിചയപ്പെട്ടിരുന്നു. അതിന് ശേഷം നമുക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ഡീസൽ വണ്ടിയില്ല. 2013 വീഡിയോയില്ല. ഒന്നുകൂടെ നമുക്ക് കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു മോഡൽ. അതും നമുക്ക് ഏകദേശം 18-20 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതും കേരള രജിസ്ട്രേഷൻ ആണ് അല്ലേ. എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ 1,15 ഓടി, തേർഡ് ഓണർഷിപ്പ്, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 3,10 കൊടുക്കാം. 3,60 ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. ഞാൻ അടുത്ത നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു സ്വിഫ്റ്റിലെ ന്യൂ എഡിഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2015 LXI ഓപ്ഷണൽ. 2 ഡോർ വിൻഡോ കമ്പനി വരും. അത് നമുക്ക് കമ്പനി പിന്നെ ചായുമ്പോ തന്നെ നമുക്ക് അൺലോക്ക്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഒക്കെ നമുക്ക് കമ്പനി ഈ ഒരു ഓപ്ഷനിൽ വരുന്ന ഒരു ഓപ്ഷനാണ്. ഇതാണെങ്കിൽ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിന് കൂടിയാണ്. അത്യാവശ്യം ഒരു 16-17 നമുക്ക് പെട്രോൾ ആണെങ്കിലും മൈലേജ് കിട്ടും. മെയിൻ്റനൻസും കുറവുള്ള ഒരു എഞ്ചിനാണ്. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 3,45,000 3,45 മാക്സിമം 3,3,4 വരെ ഫൈനാൻസ് ലോൺ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഐട്ടൺ ആണ്. അത് ഗ്രാൻഡ് ഐട്ടൺ. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നല്ല ഫീച്ചേഴ്സും ഉണ്ട്, നല്ല കംഫർട്ടും, അത് മെയിൻ്റനൻസ് കുറവുള്ളൊരു എഡിഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 സ്പോർട്സ്. കമ്പനി വരും. എല്ലാം കമ്പനി അടക്കം വരുന്നുണ്ട്. പിന്നെ അതാണ് ഈ ഒരു സെഗ്മെന്റിന് ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. അത് ഇത്രയും ചെറിയൊരു സെഗ്മെന്റ് തന്നെ
നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തൊരു വാഹനമാണ്. അത് 1.2 ലിറ്റർ സ്പോർട്സ് ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? Yes. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 73,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും? 365 നെറ്റ് കൊടുക്കാം. 360 ചെറിയൊരു പ്രൈസിന് നമുക്ക് കൊണ്ടുപോയി ചെയ്യാം. ഏകദേശം നമുക്ക് എത്ര ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതാണ് വീണ്ടും നമുക്കൊരു ഗ്രാൻഡ് ആയിട്ട് തന്നെ 1.2 തന്നെ 2018 മോഡൽ തന്നെ. 18 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ബേസ് മോഡലാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. ഉണ്ടായിന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയും. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 325 കൊടുക്കാം. 18 വണ്ടി ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് വരുന്നത്. ഗ്രാൻഡ് ഐറ്റം അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഡീസലാണ്. ഇത് ഡീസലാണ്. 2014 സ്പോർട്സ് ഓപ്ഷണൽ. സ്റ്റാർട്ടിങ് എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ്. ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഇതൊക്കെ കുറച്ച് റയർ ആണ് അല്ലേ? ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് നമുക്ക് ഇതാണോ വളരെ കുറഞ്ഞു കിട്ടുന്ന ഒരു ഫീസാണ്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 2,70,000 2,70,000 ഡീസൽ വണ്ടിയാണ്. 2.5 വരെ ഫിനാൻസും ചെയ്തു. അടുത്തൊരു ഡീസൽ റിഡ്സ് ന്യൂ ഫേസ് കേട്ടോ. 2014 വീഡിയോ സെക്കൻഡ് ഓണർഷിപ്പ്. കേരള വണ്ടിയാണോ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. 1.18 കറക്റ്റ് കമ്പനി സർവീസ്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 3.25 പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് ഒക്കെ 3.25 നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടി കേട്ടോ. അടുത്തൊരു പിന്നെ റെനോ കിഡ്. അലോയ്ക്ക് നോക്കി മാറി ചെറിയ വർക്ക് എടുത്ത വണ്ടിയാണല്ലേ? വർക്ക് എടുത്ത എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ 2 നിലക്ക് ചിന്തിക്കാം. സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസും ഇല്ല. ഇവിടെ വന്ന വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം അടിപൊളിയായിട്ട് അത്യാവശ്യം നമുക്ക് ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ ചെയ്യാൻ? 2.25 കൊടുക്കാം. ഫുൾ ഓൺ ചെയ്തൂടെ? ഫുൾ ഓൺ ചെയ്യാൻ കഴിയില്ല. 2 റുപ്യന്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത നമുക്കൊരു ഇയോൺ ആണ്. നമുക്കൊരു ബൈക്കിന്റെ EMI കൊണ്ടാൻ പറ്റുന്ന വണ്ടിയാണ്. 2013 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 1.30 കൊടുക്കാം. നമുക്ക് 1.30 ഒരു ബൈക്കിന്റെ പ്രൈസിൽ നമുക്ക് ഒരു കാറും ഉണ്ടാവും. ഏകദേശം ഒരു 3,000-4,000 ഒരു EMI ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്ക് കാറുണ്ടാവും. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ സാധാരണക്കാരന് പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയാം. അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല കംഫർട്ട് ഉള്ള വണ്ടിയാണ് കേട്ടോ. അബേസ് നമ്മള് നേരത്തെ പരിചയപ്പെട്ടാണ്. ഞാനൊരു എത്തിയോസ് 2012 മോഡൽ റീവണ്ടിയാണ്. മോഡൽ കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.6 അതിൽ കാണിക്കുന്നത്. റീവണ്ടിയാണ്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല, നമുക്ക് ഗ്യാരണ്ടി പറയാലോ അല്ലേ? ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 2,35,000 ചെറിയ പ്രൈസിന് നമുക്ക് വണ്ടിയാണ്. മൈലേജും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത നമുക്ക് വീണ്ടും സ്വിഫ്റ്റ് ആണ്. 15 ZXi പ്ലസ് ഏറ്റവും ടോപ്പ് ലോഡ് വരുന്ന വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് ആ 15 അപ്ഡേഷൻ വന്ന മോഡൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കിട്ടും. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. അത്യാവശ്യം മൈലേജും കിട്ടും. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ പുഷ് ബട്ടൺ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 3.30 പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് 3.30 ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കിട്ടുന്ന വണ്ടിയാണ് നമ്മള് എക്സ്പ്രസോ 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടോമാറ്റിക് ആണോ മാനുവലാണ്? VXI മാനുവൽ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിട്ടുവാണ്. നമുക്ക് ഒരു പണിയും ചെയ്യിക്കാനില്ല. നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ പറ്റില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3.40 ഫുൾ ലോൺ ചെയ്തു. 3.40 ഫുൾ ലോൺ കേട്ടോ. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു? 2012 വീഡിയോ. നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. 0033 അടിപൊളി നമ്പറാണ്. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മോഡലാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് 2.25 കൊടുക്കാം നമുക്ക്. സ്വിഫ്റ്റിന്റെ പ്രൈസ് ആണ്. ഡീസൽ വണ്ടിയാണ്. 2,25,000 രൂപക്ക് ഡീസൽ സ്വിഫ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര വരെ? ലോൺ നമുക്ക് ശ്രീരാമ ചെറിയ അടുത്ത കൊല്ലം ടെസ്റ്റ് വരുന്നുണ്ട്. 2 രൂപ കിട്ടോ? 1.5 രൂപ കിട്ടും. അടുത്ത വീണ്ടും നമുക്കൊരു റെനോ കിഡ് ആണ്. അടുത്ത നല്ലൊരു കിഡിലും പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത വണ്ടിയായിരുന്നു. ഇത് വൈറ്റ് ഫിനിഷിംഗ് അല്ലേ? 1000 cc ആണ്. മറ്റേത് 800 ആണ്. 1000 cc ഒന്നുകൂടെ പെർഫോമൻസ് ഉണ്ടാവില്ല. പക്ഷെ നല്ല മൈലേജ് ഒക്കെ കിട്ടൂല. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 1 സംതിങ് ഓടിയിട്ടുണ്ട്. 1.90 കൊടുക്കാം. ഫുൾ ലോണില് 1.90. മീ SUV ടൈപ്പ് വാഹനം, ചെറിയ ബഡ്ജറ്റ് ഫുൾ ലോൺ കേട്ടോ. വീണ്ടും നമുക്കൊരു ഇയോൺ തന്നെയാണ്. നേരത്തെ ഇതേ കളറിൽ നമ്മളൊരു വണ്ടി പരിചയപ്പെട്ടു. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2015 എറാ പ്ലസ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് 1.80 കൊടുക്കാം. 1.80 ചെറിയ പ്രൈസിന് കൊടുക്കാം. മാക്സിമം 1.5 ഫൈനാൻസ് ചെയ്യാം കേട്ടോ. ഇതാണ് അതിന്റെ ഒരു അത്യാവശ്യം അഡീഷണൽ ചെയ്ത വണ്ടി. സ്പോയിലർ ഡോൾ ടൂൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കോസ്റ്റ്ലി അലോയൊക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. നല്ലൊരു
വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ കൊണ്ടുവരുന്ന വണ്ടിയാന്ന് തോന്നുന്നു അല്ല അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഇതെങ്ങനെയാണ് കിലോമീറ്റർ? 2014 മോഡൽ ഇറ പ്ലസ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,00,000 ചില്ലറ ഓടിയിട്ടുണ്ട്. അതെ. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 1,80 കൊടുക്കാം. 1,80 കൊടുക്കാം. നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫ്രീ ആണെന്ന് പറയാം. മാക്സിമം നമുക്ക് 1.5 അടുത്ത് ലോൺ ചെയ്യാം. അതൊരു സെലേറിയോ ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2016 ZXi ഏറ്റവും ടോപ്പ് ലോഡ് മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജും കംഫർട്ടൊക്കെ കിട്ടും. ഒരു റിഡ്സ് പോയ ഗ്യാപ്പ് തീർക്കാൻ വന്ന വണ്ടിയാണ് അറിയാം. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3,40 കൊടുക്കാം. 3,40 മാക്സിമം എത്ര പേയ്മെന്റ് വേണ്ട? ₹3,3,4 ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ ഒരു അടിപൊളി കളറാണ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. അതുപോലെ പരസ്യത്തിലൊക്കെ ഈ കളറാണ് കൊടുത്തിരുന്നില്ല. 14 സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസലാണത് പെട്രോൾ? ബേസ് മോഡലാണ്. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 2,30,000 കൊടുക്കാം. 2,30 ചെറിയ പ്രൈസിനും ഉണ്ടാവും. 14 മോഡൽ വണ്ടി സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർഷിപ്പ്. അടുത്തൊരു പിന്നെ എത്തിയോസി ലിവ പ്ലാറ്റിനം ടൈപ്പ് ആണ്. ഡോൾട്ടൂൺ ഒക്കെ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2017 മോഡല്. 17 റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷനാ. ഓക്കെ. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. നമുക്ക് VX ടോപ്പ് ലോഡ് ആണ് വണ്ടി. അലോയ്സ് ഒക്കെ കമ്പനി തന്നെ വരുന്ന വണ്ടിയാണ് അല്ലേ? എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5,20 കൊടുക്കാം. 5,20. മാക്സിമം നമുക്ക് ₹5 ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഇയോൺ ആണ്. വീണ്ടും ഇയോൺ 2012 സ്പോർട്സ് എയർ ബാഗ് അടക്കം വരും. ഓക്കെ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് കൊടുക്കുന്ന വാല്യൂ ഫോർ മണി എന്ന് പറയാം. സാധാരണക്കാരന്റെ ബഡ്ജറ്റ് ചെറിയൊരു ബൈക്കിന്റെ പ്രൈസ് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് ലോഡിൽ അത്ര തന്നെ വരുന്നുണ്ട്. എത്ര പേ ചെയ്യാൻ പറ്റും? നമുക്ക് 1,18 കൊടുക്കാം. 1,18 ചെറിയ പ്രൈസിന്, ഒരു ബൈക്കിന്റെ പ്രൈസിന് തന്നെ നമുക്ക് ചെയ്യാനല്ലോ. അത്രയും ഗ്യാരണ്ടി ഉള്ള വണ്ടി. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. അടുത്ത വീണ്ടും ഒരു കിഡാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ 16 മോഡല് 1 ലിറ്റർ 1000 cc സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഓക്കെ. എത്ര പേ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 2,25 ഏകദേശം നമുക്ക് ഫുൾ ഓണിന് ചെയ്തിടാം. ₹2 എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മളുണ്ടായത് റീഡ്രൈവിന്റെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് അസനിക്കാനെ വിളിക്കാം. പ്രീമിയം വണ്ടി മുതൽ നമ്മളൊരു ബൈക്കിന്റെ പ്രൈസിലുള്ള കാറുകൾ വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നേരെ വിളിച്ചാൽ നമുക്ക് എന്തായാലും സെറ്റ് ആവും എന്നുള്ളതാണ്. അത്രയും വാഹനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് മാക്സിമം ഫുൾ ഓണിലും ചെറിയ ബഡ്ജറ്റിലാവട്ടെ വലിയ ബഡ്ജറ്റിലാവട്ടെ 7 സീറ്ററാവട്ടെ ഡീസലാവട്ടെ അങ്ങനെ ഏത് ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ നല്ല കളക്ഷൻസ് നമുക്ക് ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞാണ് പ്രോപ്പർ കാക്കഞ്ചേരി എന്നാ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് ബോർഡർ വരിക. മലപ്പുറം ജില്ലയുടെ ബോർഡർ. ലൊക്കേഷൻ വിട്ടുകൊടുക്കാൻ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ സേവ് ചെയ്താൽ നമുക്ക് ഹായ് വിട്ടാൽ കാറ്റലോഗും ലൊക്കേഷനൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവിൽ വരുന്നതാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം. റിയാസ് ഹസനിക്ക സൈനിങ് ഓഫ്.